കള്ളോ മദ്യപാനത്തിന്റെ കുപ്പികളോ എല്ലാം കൊണ്ടുവരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുവന്നേക്കല്ലേ കേട്ടോ മോനെ. അപ്പം മൊത്തം 360 കിലോമീറ്റർ എങ്ങാണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട്. എനിക്കറിയത്തില്ല, നോക്കണം. ഇപ്പം എത്രയാ, 110 കിലോമീറ്റർ എങ്ങാണ്ട് കഴിഞ്ഞു. ഇനി ഒരു 250 കിലോമീറ്റർ എങ്ങാണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് മോനെ. ഹരി മോനെ ഇങ്ങനെ കുടിക്ക്, എന്നിട്ട് ഇങ്ങനെ വെക്ക്. മോനെ ഷുഗർ കെയിൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ കൊള്ളാം. ഞാനൊരു ട്രിക്ക് ഷോട്ട് ചെയ്യാൻ പോവാ. പ്ലീസ് പ്രൊസീഡ്. കാണിച്ചോ? ഓക്കെ, കാണിക്കാം. പ്രൊസീഡ്. ആ ബാസ്കറ്റ് കണ്ടു. ഓക്കെ. ആ മിടുക്കൻ. എടാ മോൻ, ഇതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ്. എന്തുമാത്രം ചിത്രശലഭങ്ങളാടാ മോനെ. ഞങ്ങള് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂർ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പാലക്കാട്. ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാ മോനെ പറയുന്നത്. ഭയങ്കര ചിത്രശലഭങ്ങളുണ്ട്. അപ്പൊ ശരി, ഓക്കെ. ഇതേ ഹരി കാട്ടി മൂത്രം ഒഴിച്ചിട്ട് വരുന്നു. കൂട്ടപ്പൻ്റെ ഒരു കാര്യം. അപ്പൊ കാട്ടി കയറി മോനെ. പക്ഷെ മോനെ, പാലക്കാട് ഈ റൂട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മോനെ, ആർക്കെങ്കിലും കള്ളോ മദ്യപാനത്തിന്റെ കുപ്പികളോ എല്ലാം കൊണ്ടുവരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുവന്നേക്കല്ലേ കേട്ടോ. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നല്ല ചെക്കിങ് ആ മോനെ. കുപ്പി വല്ലതും ഉണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ അത് നിലത്തൊഴിച്ച് കളയും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് പറഞ്ഞതല്ല, അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടത് കൊണ്ട് പറഞ്ഞതാണേ. മോനെ നല്ല ചക്കയുണ്ടോ? ചക്ക മേടിച്ചാലോ? ചക്ക കണ്ടിട്ട് കാട്ടുചക്കയാണെന്ന് തോന്നുന്നു മോനെ. ഈ ജാതി അത്രയ്ക്കൊന്നും ഇല്ല. പുളി. തമിഴ്നാട് കേറി മോനെ. വിജയണ്ണന്റെ നാടെത്തി. പോലീസ്. നടുവൊന്ന് നിവർത്താൻ ഇറങ്ങിയതാ മോനെ. പണ്ട് തമിഴ്നാട്ടിൽ വരാൻ നേരത്ത് അങ്ങനെ പ്രത്യേകിച്ച് തോന്നാറൊന്നുമില്ലായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിൽ വരാൻ നേരത്ത് സ്വന്തം അണ്ണൻ്റെ നാട്ടിൽ വന്നൊരു ഫീലുണ്ട് മോനെ. അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ അണ്ണനുള്ളതുകൊണ്ട്. നമ്മ എല്ലാവരും പെരിയ വിജയ് ഫാൻ. വിജയ് ഫാൻ. ആ ആ ആ എൻ്റെ പൊന്നു മോനെ, തമിഴന്മാര് ചേട്ടന്മാരുടെ ഓരോ തമാശ കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ അകത്ത് മുമ്പ് ബാത്റൂമിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ബോർഡ് കാണിച്ചു തരാവേ മോനെ. ആഹാരം കഴിക്കാൻ വന്ന ഹോട്ടലിൻ്റെ ബാത്റൂമിൻ്റെ വെളിയിലുള്ള ബോർഡാടാ. അയ്യോ സോ ക്യൂട്ട്. മോനെ, ഓരോ വിചിത്രമായ ആചാരങ്ങൾ. ഇവിടെ ഒരു ഐസ്ക്രീം കടയിൽ വന്നതാണ്. അപ്പോൾ പറയുക ചെരുപ്പ് ഊരിയിട്ട് കയറണം. ഇത് ചെരുപ്പ് ഊരിയിട്ട് ഐസ്ക്രീം പാർലറിൽ കയറേണ്ട അവസ്ഥ ഞാൻ ഉടനെ ഒന്നും ആവുമെന്ന് വിചാരിച്ചില്ല മോനെ. അപ്പം തമിഴ്നാട്ടിൽ നമ്മൾ കഴിച്ച കട ഒന്ന് ശിവകണ്ണൻ്റെ ബിരിയാണി ഗ്രില്ല്, മറ്റേത് ഫേമസ് ജിഗർകണ്ട. താങ്ക് യു. ശരി മോനെ, എന്നപ്പോൾ കയറട്ടെ. അപ്പോൾ ഇനി 90 കിലോമീറ്റർ ഉണ്ട്, 2 മണിക്കൂറും കൂടി. അപ്പോൾ ശരി എന്നാ. അങ്ങോട്ട് കയറുവാണെങ്കിൽ
എൻ്റെ പൊന്ന് മോനെ, സ്ഥലം എത്തി മോനെ. വ്യൂ കണ്ടോടാ ഇത്. എൻ്റെ പൊന്ന് മോനെ, ഫസ്റ്റ് ടൈം ആടാ ഞാൻ പാലക്കാട് വരുന്നത്. പക്ഷെ പാലക്കാട് എൻ്റെ ഹൃദയം കവർന്നു മോനെ, ഹൃദയം കവർന്നു. ഇവിടെ വല്ലോ ബന്ധുക്കാരൻ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ അങ്ങ് സ്ഥിരതാമസമാക്കായിരുന്നു മോനെ. കേരളത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലടാ. പാലക്കാട് ഇതിനറിയാതെ പോയല്ലോടാ മോനെ. ഇത്ര നാളായിട്ട് ഇത്രയും സമയം എടുത്തില്ല എനിക്ക് പാലക്കാടിനെ ഒന്ന് തിരിച്ചറിയാനായിട്ട്. എനിക്കൊരു കുയിനാണ്ട് കിട്ടി. ഓക്കെ എടാ, എന്നാൽ പിന്നെ ശരി. എന്നാൽ ഇപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കിട്ട് എന്നിട്ട് നാളെ ഞാൻ പാലക്കാടിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം മോനെ. കുറച്ച് സ്ഥലം നമുക്ക് കറങ്ങാൻ പോകുന്നുണ്ട്. അതൊക്കെ കറങ്ങിയിട്ട് നാളെ കാണിച്ചു തരാം. അപ്പോൾ ശരി, നാളെ കാണാം. ടാറ്റാ മോനെ. പാലക്കാട് നെക്സ്റ്റ് ലെവൽ മോനെ, വിചാരിച്ചതിലും അപ്പുറം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര നല്ലതായിരിക്കുമെന്ന്. ട്രെയിനിലൊക്കെ പണ്ട് വരുന്ന വഴി പാലക്കാട് കയറാൻ നേരത്ത് ഹായ് കേരളം എത്തിയല്ലോ എന്ന് സന്തോഷിക്കുന്നതല്ലാതെ പാലക്കാടിൻ്റെ ഉള്ളിൽ ചെന്ന് പാലക്കാട് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു മോനെ. പക്ഷെ ഇന്ന് എനിക്ക് അറിയാൻ പറ്റി. ശരി, എന്നാൽ പിന്നെ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ പാലക്കാട് കാണിച്ചു തരാം. അപ്പോൾ ശരി, നാളെ കാണാം. ചാ. എന്നതാടാ, വേഗം പറ. വേഗം ഉറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പാലക്കാട് നമുക്ക് കറങ്ങണ്ടേ. ഒരു കുയിനാണ്ട് എനിക്ക്. ഓക്കെ.